അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നു: വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആര് അള്ളാഹുവിങ്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ഞാൻ അനുസരണയുള്ളവരിൽ പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവോ, അവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവർ ആരാണുള്ളത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അള്ളാഹുവിലേക്ക് ഏത് രീതിയിൽ കൂടിയും മനുഷ്യരെ ക്ഷണിക്കുന്നവരെല്ലാം ഈ ആയത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സന്തോഷത്തിനും സ്തോത്രത്തിനും അർഹരാണ്. ഉദാഹരണമായി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മൂജിസത്ത് എന്ന അമാനുഷിക ശക്തികളെ കൊണ്ട് അവർ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. പണ്ഡിതന്മാർ തെളിവുകൾ കൊണ്ടും, മുജാഹിദുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ അവരുടെ വാള് കൊണ്ടും, മുഅദ്ദിന്മാർ അതായത് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവർ ബാങ്ക് കൊണ്ടും അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. ഞങ്ങളെപ്പോലെ ചില ആളുകൾ ഇത്തരം വീഡിയോയിലൂടെ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ പറയപ്പെട്ട കാര്യങ്ങൾ, ഹദീസിൽ പറയപ്പെട്ട കാര്യങ്ങളും പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവനോട് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ, ഏത് വിധേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി നമ്മളത് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും അള്ളാഹു പറയപ്പെട്ട ഈ നന്മയ്ക്ക് അർഹരായിത്തീരുന്നു. അതുപോലെ തന്നെ ഈ സൂഫിയാക്കളും ഔലിയാക്കന്മാരും ഷെയ്ഖന്മാരും അള്ളാഹുവിൻ്റെ മഅരിഫത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നു. അവരും ഇതിൽ ഉൾപ്പെടുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അനുസരണയുള്ളവരിൽ പെട്ടവനാണെന്നവൻ പറയുകയും ചെയ്യുന്നു എന്ന ആയത്ത് കൊണ്ട് താൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അവൻ അഭിമാനം കൊള്ളുന്നതിനോടൊപ്പം തൻ്റെ എല്ലാ അന്തസ്സിൻ്റെയും കാരണം ഇസ്ലാമാണെന്ന് അറിയുകയും ഇസ്ലാമാകുന്ന അനുഗ്രഹത്തെ അവനൊരു പദവിയായി പറയുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചില മുഫസ്സിരിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഈ ആയത്തിൻ്റെ ഉദ്ദേശം തൻ്റെ ഉപദേശങ്ങൾ കൊണ്ടും ദീനിൻ്റെ ദഅവത്ത് കൊണ്ടും താൻ ഒരു വലിയ ആളാണെന്ന് നടിക്കാതെ സാധാരണ മുസ്ലിങ്ങളിൽ ഒരുവൻ മാത്രമാണെന്ന് അവൻ പറയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് നന്മയെ ഉപദേശിക്കണം. ഉപദേശം
സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും. ഇതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ എഴുതുന്നു: ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകളെ കേൾപ്പിച്ച് ഉപദേശിക്കുക എന്നതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയോജനമുണ്ടാക്കുന്നതാണ് എന്നത് വ്യക്തവുമാണ്. സത്യവിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ പരിശുദ്ധ വാക്യത്തെ കേൾക്കുന്നത് കാരണം അവർ സത്യവിശ്വാസികളായി തീരാനും ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. ഇക്കാലത്ത് ദീനിയായ ഉപദേശങ്ങളുടെ മാർഗങ്ങൾ മിക്കവാറും അടക്കപ്പെട്ടു പോയിരിക്കുന്നു. കേൾവിക്കാരുടെ പ്രശംസയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാചക കസർത്തുകളാണ് ഇന്നത്തെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ അധികവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശത്തിൽ ആരെങ്കിലും മതപ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ ഫർദോ സുന്നത്തോ ആയ യാതൊരു ഇബാദത്തുകളും സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് മിഷ്കാത്തുൽ മസാബിഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വിവിധങ്ങളായ മതപ്രഭാഷണ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ മതപ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷകൻ്റെ വലിയ ഫോട്ടോയോട് കൂടിയ നല്ല ഗ്ലാമറായ ഫേസോട് കൂടിയ വലിയ ഫ്ലെക്സ് ബോർഡ് വെക്കണം. അത് 1, 2, 5, 10 പോലെ എല്ലായിടത്തും, അതായത് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവർ വരികയാണെങ്കിൽ ആ ജില്ല ഒട്ടുക്കും, ഒരുപക്ഷെ ആ ജില്ലയുടെ പുറത്ത് വരെ ഇന്ന പണ്ഡിതൻ ഇന്ന വേദിയിൽ ഇന്ന സമയത്ത് ഇന്ന ദിവസം പ്രസംഗിക്കുന്നു എന്ന് വെച്ചുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ആദ്യം അവിടെ എത്തുന്നത്. ആ ഫ്ലക്സ് ബോർഡുകൾ കണ്ടുകൊണ്ട് ആളുകൾ എത്തണം. എന്നിട്ടോ ആ പ്രഭാഷകൻ പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? തൻ്റെ കഴിവ്, തൻ്റെ പ്രഭാഷണത്തിലുള്ള തൻ്റെ കഴിവ് അത് വെളിപ്പെടുത്തുക എന്നത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം. പരിപാടി സംഘടിപ്പിക്കുന്നവരുടെ ഉദ്ദേശമോ ഒരുപക്ഷെ യത്തീംഖാനയോ പള്ളിയോ മദ്രസയോ എന്തിൻ്റെയെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യം ഇവർ മുന്നിൽ കാണുന്നുണ്ടാകും. അതുദ്ദേശിച്ചായിരിക്കും ഈ പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഈ പ്രഭാഷകന് ടാർഗറ്റ് കൊടുക്കുകയാണ്. ഉസ്താദേ, നിങ്ങൾ പ്രസംഗിക്കുന്ന ശരി, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ വേണം, അല്ല 50 ലക്ഷം രൂപ വേണം, അത് നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷകന്മാരെല്ലാം ആറ്റിക്കുറുക്കി ഭയങ്കര സാഹിത്യം എടുത്ത്, അതല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയാവുന്ന ആശയങ്ങൾ നീട്ടിക്കുറുക്കി പ്രത്യേകം സംഗീതാത്മകമായി പരിപാടികൾ അവതരിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു. എൻ്റെ ഈ വീഡിയോയിൽ വരുന്ന കാര്യങ്ങളിലൊന്നും ഞാനങ്ങനെ ഇത് കേൾക്കുന്നവർക്ക് മതത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാമെന്നല്ലാതെ എന്തെങ്കിലും സാഹിത്യം പഠിക്കാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് ആസ്വദിച്ച് കളയാമെന്നോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട, അതിവിടെ ഇല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ, കിതാബിൽ പറയുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു തരും. അതിന് വലിയ സംഗീതമോ ശ്രുതിയോ താളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടണം. അപ്പം ചിലർ ചോദിക്കും, യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന്. അവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ യൂട്യൂബിലത്തെ വരുമാനം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ടാസ്ക് ഉള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരുപാട് വ്യൂവേഴ്സ്, അതെല്ലാവരും പരസ്യമൊക്കെ കണ്ടാലൊക്കെ വരുമാനമൊക്കെ കിട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ തന്നെ 500-600 രൂപയോളം സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ദിവസം 4 വീഡിയോ ചെയ്യണമെങ്കിൽ 2000 രൂപ അതിന് തന്നെ വേണം. എന്തിന്? ഈ വീഡിയോയിലുള്ള ഫോട്ടോകൾ
അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വോയിസ് കൊണ്ട് മാത്രം കാര്യമാവില്ലല്ലോ, അതിന് തന്നെ പൈസ മുടക്കുന്നു. ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഒരു ജാരിയായ സദക്ക എന്ന നിലയിൽ ഇത് ആ കാലത്ത് ഏതൊക്കെ കാലത്ത് ആരൊക്കെ കാണുന്നുണ്ടോ അതിനൊക്കെ എനിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാൻ ആരൊക്കെ ശ്രമിക്കുന്നോ അത് കണ്ടുകൊണ്ട് ആരൊക്കെ നന്മകൾ ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ വിശ്വാസികളാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം ഇത് ഷെയർ ചെയ്യാൻ. അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊരായത്തിൽ ഇങ്ങനെ വായിക്കാം, വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്ബിർ അലൈഹ ലാ നസ്അലുക റിസ്കൻ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വ. നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കണം, നീയും അതിൽ നിഷ്ഠയുള്ളവനായിരിക്കണം. നാം നിന്നോട് എനിക്ക് ആഹാരം തരണമെന്ന് ആവശ്യപ്പെടുന്നില്ല, നാം തന്നെയാണ് നിനക്ക് ആഹാരം നൽകുന്നത്. അവസാന രക്ഷ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ്, തഖ്വയുള്ളവർക്ക് മാത്രമാണ്. സൂറത്ത് ത്വാഹ 132 വചനം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹമുണ്ടായാലേ അവരോട് പറയുക, നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുമായിരുന്നു. കൂടാതെ മേലുദ്ധരിച്ച ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിഷ്ഠയുണ്ടായിരിക്കുന്നത് മൂലമാണ് ആഹാരം വിശാലപ്പെടുത്തി തരുന്നത് എന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഈ ആയത്തിൽ നിസ്കാരത്തിനായി കൽപ്പിക്കുന്നതോടൊപ്പം സ്വയം അതിൽ നിഷ്ഠയുള്ളവനായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ പണ്ഡിതന്മാർ ഇപ്രകാരം വിവരിക്കുന്നു. ഒരാൾ ദീനിൻ്റെ കാര്യം ഏത് കാര്യമായിക്കൊള്ളെ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നോ അതിൽ അവൻ നിഷ്ഠയുള്ളവനായിരുന്നാൽ മറ്റുള്ളവരിൽ അത് കൂടുതൽ പ്രയോജനമുണ്ടാക്കുന്നതാണ്. കൂടാതെ അവരും അതിൽ കർത്തവ്യബോധം ഉള്ളവനായിരിക്കാൻ കാരണമായി തീരുന്നതുമാണ്. ഇതേ കാരണത്താൽ തന്നെയാണ് ഹിദായത്തിന് വേണ്ടി നബിമാരെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. മാതൃകയായി അവർ മുന്നിലുള്ളപ്പോൾ അമൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് എളുപ്പമാവുകയും ഇന്ന നിയമം പ്രയാസമാണല്ലോ അതനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഭയം അവരിൽ നിന്ന് നീങ്ങുകയും ചെയ്യുന്നു. അനന്തരം നിസ്കാരം കൃത്യസമയത്ത് നിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നത് കൊണ്ട് തൻ്റെ ജീവിത വൃത്തിയിൽ നഷ്ടം സംഭവിക്കുന്നതായി ബാഹ്യമായ നോട്ടത്തിൽ കാണപ്പെടുകയും വിശേഷിച്ച് കച്ചവടക്കാർ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർക്ക് ഈ സംശയ നിവർത്തിക്ക് വേണ്ടിയാണ് ആഹാരം നൽകുക നമ്മുടെ കടമയാണ്, അത് നാം നിർവഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഐഹിക ജീവിതത്തെ ലക്ഷ്യമാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പാരത്രികമായ രക്ഷ മുത്തക്കീങ്ങൾക്ക് മാത്രമാണെന്നും മറ്റുള്ളവർക്കതിൽ പങ്കില്ല എന്നുമുള്ള സ്പഷ്ടമായ തത്വം അള്ളാഹു ഉദ്ധരിക്കുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.